ഹേ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വഴിപോക്കൻ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എക്സ്പൾസ് ഇപ്പോൾ 15,900 സംതിങ് കിലോമീറ്റർ ആയിട്ടോ. അതായത് 16,000 കിലോമീറ്റർ ആവാറായി. അപ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ ബേക്കിലത്തെ ടയറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ ടയറിൻ്റെ അവസ്ഥ. സൈഡൊക്കെ ഇനിയും കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. സെൻറ്റർ പക്ഷേ ഫുള്ളായിട്ട് മൊട്ടയായിട്ടുണ്ട്. ഇനി നേരെ ടയർ മാറാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരുപാട് പേര് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടും അല്ലാതൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഏറ്റവും നല്ല ടയർ ഏതാണ്, എങ്ങനെയാണെന്നൊക്കെ, ഈ സ്റ്റോക്ക് ടയർ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ടയറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, സ്റ്റോക്ക് ടയർ സിയറ്റിൻ്റെ ടയറാണ്. അത്യാവശ്യം നല്ല ടയറാട്ടോ. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ 16,000 കിലോമീറ്ററോളം ഓടും. പക്ഷേ സിയറ്റിൻ്റെ ടയറിൽ ഒരു പകുതി ഗ്രിപ്പ് കഴിഞ്ഞിട്ട് ഓടിക്കാൻ നേരത്ത് പിന്നെ വോബ്ലിങ് ഇഷ്യൂവും പിന്നെ ഈ നല്ല രീതിക്ക് ചെറിയൊരു വെള്ളം കിടന്നാൽ തന്നെ തെറ്റുന്ന രീതിക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാളും ടയറിൻ്റെ പകുതി കഴിഞ്ഞിട്ട് പിന്നെ അത്രയ്ക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം പതിയായിരുന്നു ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് എക്സ്പൾസിന് പറ്റിയ ഏറ്റവും നല്ല ടയർ ഏതാണെന്ന് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഓൺ റോഡും ഓഫ് റോഡൊക്കെ ഓടിക്കാനായിട്ട്. എൻ്റെ എക്സ്പൾസിൽ ഞാനിപ്പോൾ സിയറ്റ് മാത്രമായിട്ട് ഓടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് റേസിൻ്റെ ടയർ ഇട്ടിട്ടുള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്, മാക്സിസിൻ്റെ ടയർ ഇട്ടിട്ടുള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഏതാ, പിന്നെ റാൽക്കോടത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടും അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചും അവർ പറയുന്നതും എൻ്റെ ഒരു ഇതും കൂടെ നോക്കുകയാണെങ്കിൽ, റാൽക്കോടെ മോട്ടോക്രോസ് ടയർ ഉണ്ട്. അത് ഏകദേശം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. ഒരു 2,400, 2,500, ഒരു 3,000 വരുന്ന ഒരു സെഗ്മെൻ്റ് അത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു അതിട്ടിട്ട് ഓൺ റോഡ് പോകാൻ നല്ല ശോകമാണ്, ഫുൾ ഒരു ചെറിയ വെള്ളം കിടന്നാൽ മതി അപ്പോഴേ തെറ്റിപ്പോവും, ഭയങ്കര സീനാണ്, പിന്നെ ലൈഫും അധികം കിട്ടത്തില്ല എന്നാട്ടോ പറയുന്നത്. പിന്നെ ഉള്ളത് റേസ് ആട്ടോ. റേസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അടിപൊളി ടയറാട്ടോ. അത് ഹെവി, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓഫ് റോഡ് പോകുമ്പോഴൊന്നും വലിയ സീനില്ല, ഓൺ റോഡിലും നല്ല രസമാണ്, അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. 3,500 സംതിങ് വരും കേട്ടോ. പിന്നെ ഉള്ളത് മാക്സിസ് ആണ്. മാക്സിസ് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ മാക്സിസ് വലിയ സീനില്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും, പിന്നെ അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ചെയ്യുമ്പോഴും വലിയ സീൻ കാണത്തില്ല എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്ത് എടുക്കാൻ പോകുന്ന ടയർ മാക്സിസിൻ്റെ ആട്ടോ. എനിക്ക് റേസ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും ഫണ്ടില്ല. റേസിന് ഏകദേശം 3,500 കൂടുതലാവും അവരുടെ സൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ. വെളിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അധികം നല്ല പൈസ ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിസ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് ഷോപ്പിലൊക്കെ വിളിച്ചു നോക്കി, എല്ലായിടത്തും 3,200 പറഞ്ഞത്. 3,200, 2,900 ആ റേറ്റൊക്കെ പറഞ്ഞത്. പക്ഷേ ഓൺലൈനിൽ നോക്കുമ്പോൾ 2,400 പ്രോഡക്റ്റ് അവൈലബിൾ ആട്ടോ. പക്ഷേ ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നില്ല, കാരണം ഒന്നാമത്തെ കാര്യം മാനുഫാക്ചറിങ് ഇയർ ഏതാണെന്നൊന്നും അറിയത്തില്ല, വന്നു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ ഈ ശനിയാഴ്ച ഒരു ഓഫ് റോഡ് ട്രിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ അതിന് മുമ്പേ എത്താനും ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് പിന്നെ ഓൺലൈൻ വേണ്ടാന്ന് വെച്ചിട്ട് ഒരുപാട് കടയിൽ വിളിച്ചിട്ട് അവസാനം അഞ്ചലുള്ള ഒരു കടയിൽ 2,700 തരാമെന്ന് പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ മേ ബി ചില കടയിൽ ഇതിൽ നിന്ന് കുറവിന് കിട്ടാൻ ചാൻസൊക്കെ ഉണ്ട്. എന്നാലും ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. നേരെ അഞ്ചലോട്ട് പോവാട്ടോ. പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ കട ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കയറിയിട്ടൊന്ന് റേറ്റൊക്കെ ചോദിച്ചിട്ട് പോവാം. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, നമുക്കെന്തായാലും ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം മാക്സിസ് ഉണ്ടോ. മാക്സിസിൻ്റെ ടയറുണ്ടോ? 120, 80, 18 വരുമല്ലേ? 3 അടുപ്പിച്ച് വരുമെന്നാട്ടാ പറഞ്ഞത്. ടയർ സ്റ്റോർ, ഇത് തന്നെ. ഇവിടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാക്സിസിൻ്റെ ടയർ ചോദിച്ചിട്ട്. നേരത്തെ വിളിച്ച.
ഇതല്ലേ 120 80 18 അല്ലേ? അല്ല ട്യൂബ് കുഴപ്പമില്ല. മാക്സ് എക്സ്പ്ലോർ 120 80 18. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ടയർ. നമുക്കപ്പം ഇത് തന്നെ ഇട്ടേക്കാം, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ടയർ മാറി ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഹേ ഗൈസ്, നമ്മളെ വണ്ടിയിൽ അങ്ങനെ അടിപൊളി ഒരു ടയർ ഇട്ടിട്ടുണ്ട്. ടയറിട്ട് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ഇപ്പോൾ ഓടിച്ചു കേട്ടോ. വരുന്ന വഴിക്ക് ഫുള്ള് ചരലുള്ള റോഡിൽ കൂടെയും അങ്ങനെയൊക്കെ നല്ല സ്പീഡിലൊക്കെ ഓടിച്ച് നോക്കി. അപ്പോൾ ഒന്നും ഇതുവരെ പാളില്ല കേട്ടോ. പുതിയ ടയർ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും നല്ല രീതിക്ക് എല്ലാ സ്ഥലത്തും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ മേ ബി ഒരു ട്രെയിൽസ് പോകുന്ന വീഡിയോ ആയിരിക്കും. ഈ ഞായറാഴ്ച നേരെ ഇടുക്കിക്ക് പോവാം കേട്ടോ, ഒരു ട്രെയിൽസിനായിട്ട്. അപ്പോൾ അറിയാം ടയറിൻ്റെ ഇതെങ്ങനെ ഉണ്ടെന്ന്. കാരണം കൂടുതലും മഴ ടൈമൊക്കെ ആയതുകൊണ്ട് സ്ലഷിൻ്റെ അകത്തോടെയൊക്കെ ആയിരിക്കും പോകാൻ ചാൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും ടയർ എങ്ങനെ ഉണ്ടെന്ന്. ആ വീഡിയോയിൽ എന്തായാലും ഞാൻ പറയാം കേട്ടോ ടയർ എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ സ്റ്റോക്ക് ടയർ 16,000 കിലോമീറ്റർ ആട്ടോ കിട്ടിയത്. വേണമെങ്കിൽ നമുക്കതൊരു 1000 കിലോമീറ്ററും കൂടെ എങ്ങനെയെങ്കിലൊക്കെ ഓടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ മാറി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിൽസ് പോകണോണ്ട് മാത്രം അങ്ങ് മാറിയതാട്ടോ. കാരണം കൂടുതലും ചിലപ്പോൾ ഈ സ്ലഷൊക്കെ ഉള്ള ടൈപ്പ് വഴി കൂടെയൊക്കെ ആയിരിക്കും പോകണതെങ്കിൽ ആ ടയറൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒട്ടും കോൺഫിഡൻസ് കിട്ടത്തില്ല കേട്ടോ. പിന്നെ റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ട് അത്രയും ദൂരം പോകുമ്പോഴും ബ്രേക്ക് പിടിക്കാനോ ഒരു കോർണർ ചെയ്യുമ്പോഴോ ഒന്നും ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ടയർ മാറിയത്. പിന്നെ ഞാൻ ആ ടയർ മാറിയ ഷോപ്പിൽ ആദ്യം വിളിച്ചു ചോദിച്ചപ്പോൾ 2700 ആട്ടോ പറഞ്ഞത്. പക്ഷേ അവർ ഞാൻ ഒന്നും പറയാതെ തന്നെ 2650 രൂപയ്ക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ വിളിച്ച് ചോദിച്ച ബാക്കിയുള്ള കടകളെ അപേക്ഷിച്ച് ഈ ഒരു കടയിൽ വില കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കടയുടെ പേരൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വില ചോദിച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ മേ ബി മറ്റ് കടയിലെക്കാട്ടി കുറവാവാൻ ചാൻസ് ഉണ്ട്, നോക്കുക. ഓക്കെ, അവിടെ റേസിൻ്റെ ഒക്കെ ടയർ കണ്ടു കേട്ടോ. ഞാൻ റേസിൻ്റെ എല്ലാ ടയറും വരെ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഈ ഒരു ടയർ മാറിയതൊന്ന് നിങ്ങളെ കാണിക്കണമെന്ന് കരുതി ചെയ്തൊരു വീഡിയോ കേട്ടോ. ടയറിൻ്റെ ബാക്കി ഓടിച്ചിട്ട് യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അയ്യോ, ഓക്കെ ബൈ ഗൈസ്.